ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഉണ്ടാ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ പോണ ഒരു RC ഉണ്ട്, അതിന്റെ ബാക്കിലെ ടയർ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാക്ക് യൂസ് ടയറാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോണ RC എന്ന് പറയുന്നത് RC 125 ആണ്. അപ്പോൾ അതിന്റെ റിയറിൽ വരുന്നത് 150 സെക്ഷൻ്റെ ടയേഴ്സ് ആട്ടോ. അപ്പോൾ അവിടെ ഏതൊക്കെ കളക്ഷൻ ഉണ്ട്, ഞാൻ ഏത് സൈസിലോട്ട് അപ്പ് സൈസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് കളക്ഷൻസും കാര്യങ്ങളും അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അവന്റെ ടയർ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണത്തില്ല, കമ്പി ഉണ്ട് കേട്ടോ പുറത്ത്. റൈറ്റ് സൈഡിലായിട്ട് കമ്പി നല്ല രീതിയിൽ പുറത്തേക്ക് വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ രണ്ട് വണ്ടി ആവുന്ന സമയത്ത് ഇൻ കേസ് പോണ വഴി എങ്ങാനും ഇനി അത് പൊട്ടിപ്പോയാലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് വണ്ടി എടുത്തതാ. പിന്നെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, പോയി നോക്കാം. അപ്പോൾ അവൻ്റെ വീട് എത്താറായി. അപ്പോൾ അവിടെയുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അവന് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയിട്ട്. അവർക്കൊരു പേജ് ഉണ്ട് ഇൻസ്റ്റയിൽ, അതിൻ്റെ ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. നമ്മൾ അവൻ്റെ വീട് എത്തി. അപ്പോൾ ഇവൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, AS200 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായിരിക്കണം അവൻ്റെ വണ്ടി, അതാ അവിടെ ഉണ്ട്. ഓ, ടയർ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അബിമാക് വ്ളോഗ് ആ, നീ ഉണ്ട്, നീ പെട്ടു. നമ്മൾ അന്ന് ടയറിൻ്റെ ഡീറ്റെയിൽസ് പറയാനൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണം പ്ലാൻ ചെയ്തതാ. ഇതാണോ അവർ ഇതാക്കുന്നത്? ആ, ഞാൻ ചോദിച്ചു ഇതാ ജിത്ത് എടുത്തത്. നീ ടയർ നോക്കി വെച്ചിട്ടില്ല അല്ലേ? നോക്ക്, ഏതാ എൻ്റെ സൈസ് കറക്റ്റ് വരുന്നത്? 150 അല്ലേ RC വരുന്നത്? എന്താണ് വലുത് ആയിട്ടുണ്ടോ? എടുക്കുമ്പോൾ ഇനിയില്ലേ അതായിട്ട് കുറച്ച് വേണ്ട. അത്യാവശ്യം ത്രെഡുള്ള അല്ലേ? ഇത്ര ഉള്ള സ്റ്റോക്ക് വേണ്ട. ഇതൊക്കെ മറ്റേ ഞാക്കട് വണ്ടികൾ ചേച്ചിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എൻ്റെ. ഇത് കുഴപ്പമില്ല. എടാ, ഇത് എങ്ങനെയാ പ്രൈസൊക്കെ? 3. ആ, റെക്കോർഡിങ്ങാ പറഞ്ഞോ. നമുക്ക് ഫുൾ ത്രെഡ് എല്ലാം 3 രൂപ വരണേ. അപ്പോൾ കോംബോ എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ടയറിന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എത്ര 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ? 150 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഫ്രണ്ട് ടയർ ഏകദേശം എല്ലാം 120 വരുന്നത്. ഫ്രണ്ട് ടയർ അധികം എടുക്കില്ല. ഫ്രണ്ട് ടയർ വലിയ ലാഭമില്ല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ. ബാക്ക് ടയറിലാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ ബ്രാൻഡ് നമ്മൾ ചെയ്യണേ? മിച്ചിലി, പിർലി, ഡൺലൂപ്പ്, ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന സാധനം ഏതാ? മിച്ചിലിൻ അല്ലേ? പക്ഷെ മിച്ചിലിന്റെ റയർ ആണ് കിട്ടാൻ, പാടാണ്. നല്ലത് മാക്സിമം എല്ലാം ബ്രിഡ്ജസ്റ്റോൺ ആണ് വരിക. ബ്രിഡ്ജസ്റ്റോൺ എടുക്കും ആൾക്കാർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് കൂടുതൽ കിട്ടുന്നത് ബ്രിഡ്ജസ്റ്റോൺ, ഡൺലൂപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ്. മിച്ചിലിന്റെ റോഡ് ഗ്രിപ്പ് കൂടുതലായിരിക്കും, പക്ഷെ കുറച്ച് എന്താണ് ഇതൊക്കെ റേഡിയലാണോ? എല്ലാം റേഡിയലാണ്. ട്രാക്കിന് പിന്നെ റേഡിയൽ യൂസ് ചെയ്യുള്ളൂ. സെറ്റ്. അപ്പൊ നീ ഏതെടുക്കണേ? നീ 170 180യാ? ഇതിൽ നിന്റെ 180 അല്ലേ ചേക്കുന്നേ? അവൻ്റെ 180 ആയിട്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. ആ, അവൻ്റെ കുറച്ചും കൂടെ വലുത് കയറും. ഇത് ശരിക്കും സ്റ്റോക്ക് 130 അല്ലേ വരുന്നത്? നീ എന്ന് പറഞ്ഞു 130 വരുന്നത്. അതിൽ 178 ആക്കണം. അത് കുറച്ചും കൂടെ വലിയ അല്ലോ ആയതുകൊണ്ട് വലിയ സൈസും കയറും അതിൽ. പറഞ്ഞ പോലെ ടയറിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കണം അല്ലേ? ബേണോട്ട് ചെയ്യാതെ ഇങ്ങനെയായി. അപ്പൊ അത്യാവശ്യം ഓടിച്ച് ഈയോ സീന്. ഇത് ഫുള്ള് കാണുന്നുണ്ട് വണ്ടി ഓടിച്ച് പോകുമ്പോ. ഒരു സൈഡ് വേറെ കളറ് ഇളകില്ലേ? മണ്ണുള്ള റോട്ടിലൊക്കെ പോകുമ്പോഴാണ് സീന്. പുതിയത് പിന്നെ മറ്റേത് 150യും ഇത് 170യും. അപ്പോൾ വിത്ത് കൂടുമ്പോൾ റോഡായിട്ടുള്ള കോണ്ടാക്ട് കൂടും. ബ്രേക്കിങ്ങും കോർണറിങ്ങും സ്റ്റെബിലിറ്റിയും കൂടും. ടയറിന്റെ സൈസ് കൂടുമ്പോൾ അത്രയും കൂടും, മൈലേജ് ഷോർട്ട് ആവും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ചെറിയതാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 125 ആയതുകൊണ്ട് അത്രയൊന്നും ഫീൽ ചെയ്യില്ല. കുറച്ചും കൂടെ കോണ്ടാക്ട് ഉണ്ടാവും റോഡായിട്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ കുറേ ഉപകാരമുണ്ട്.
പിന്നെ ഏതാണെങ്കിലും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിംഗാംബുഷ് മാറിയാലാണ് നിങ്ങൾക്ക് ഉപകരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതും പെട്ടെന്ന് ഒരു സൈഡ് ചെത്തിപ്പോവും. അപ്പം ആദ്യം അത് മാറ്റിയിട്ട് ടയർ മാറിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, എടുത്തോ. ഇവിടെ എവിടെ നിന്ന് നീ ചെയ്യുന്നത്? ഷോറൂമിൽ നിന്ന് ചെയ്യാനാ? ആ, ഷോറൂമിൽ കൊടുക്കണ്ട, നല്ല പൈസയാവും. പുറത്ത് എവിടെയും കൊടുത്ത് വെച്ചാൽ മതി. വണ്ടി എടുത്തോ, ഡിഫറൻസ് നമുക്ക് അറിയൊന്നുമില്ല. ഇതിപ്പോൾ അവൻ്റെ 180 നീ അടുത്തുകൊണ്ട് വെച്ച് നോക്കി നോക്ക്, അപ്പം പറയാം. കണ്ട വലിയ വ്യത്യാസം അറിയില്ല. പിന്നെ ഇവൻ്റെ ഇത് അലോയ് കുറച്ച് ഇതല്ലേ, ചെറുതാ, അപ്പോൾ എയർ കയറുമ്പോൾ ഇങ്ങനെ കർവാവും. എവിടെ 170 വേറെ ഏതൊക്കെയാടാ? കുറച്ച് എടുത്ത് വെച്ചിട്ട് ത്രെഡ് കൂടുതലുള്ള എടുത്തു. ഇതാ ആ വെയിറ്റ് കണ്ട, വെയിറ്റ് വ്യത്യാസം ഉണ്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ മൈലേജും കുറച്ചുകൂടെ കിട്ടും. ഇത് വെയിറ്റാ. ഇപ്പം ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നാമത് 125 അല്ലേ, കുറച്ചും കൂടെ വലിയ കുറഞ്ഞ പോലെ തോന്നും. ടയർ എടുത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രൈസൊക്കെ എത്രയായിരുന്നു? 2800. അപ്പോൾ ഇതേപോലെയുള്ള ടയർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യും, വീഡിയോ വൈറലാവുന്ന സമയത്തില്ലേ. പക്ഷെ അപ്പോൾ നമ്മൾ ടയർ എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ പോകണ്ട കേട്ടോ, ചെക്കൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ടയർ എന്തെങ്കിലും വീഡിയോ ശരി എന്തെങ്കിലും ആണെങ്കിൽ അവൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടയർ കിട്ടിയാക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2800. അപ്പോൾ ആ റേഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 120 സെക്ഷൻ്റെ ടയേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ അറിയാം കേട്ടോ. ആ ഒരു ഫ്രണ്ട് ടയറിൻ്റെ വില വന്നിട്ടുള്ളൂ റിയറിൽ. ഇപ്പോൾ RCയുടെ ഒക്കെ റിയറിൽ 150 സെക്ഷൻ്റെ ടയേഴ്സൊക്കെ നിങ്ങൾ മാറാൻ പോയി കഴിഞ്ഞാൽ അപ്പോളോടെയൊക്കെ ആണെങ്കിൽ 6000 രൂപ വരെ പ്രൈസ് വരുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു 2800 രൂപയ്ക്ക് ടയർ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയറ്റിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടിയുടെ ടയർ ഒന്ന് ബേൺ ഔട്ട് ചെയ്യാൻ പോവാട്ടോ. എന്തായാലും ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളായിട്ട് ചടങ്ങ് തെറ്റിക്കണ്ട. ടയർ മാറ്റാൻ പോവാ, അപ്പോൾ കരിച്ചു തീർത്തതാ. ടയർ കമ്പി കണ്ടു, അപ്പോൾ എന്തായാലും മാറ്റാൻ പോവാ, അപ്പോൾ ഒന്ന് കരിച്ചു തീർത്തതാ. ഇല്ല, ഇത് ഫുള്ള് തീർന്നു, കമ്പി കണ്ടു. തുടരണ്ട, ചൂടായിണ്ടാവും. ഒന്നും ചെയ്യാനില്ല, പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഴഞ്ഞൊരു കൊണ്ടിടാൻ പോവാ, അപ്പോൾ ബാക്കിയുള്ള കത്തിച്ചു തീർത്താ. ഒരു രസം, ഇതിനെന്ത് നഷ്ടബോധം ഇനി. ഗൈസ്, ടയറിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളിത് ഇത്രയും കരിച്ചു വിട്ടാ, ഇത്രയും കുറച്ച് റബ്ബറൊക്കെ ബേൺ ചെയ്ത് റോട്ടിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ബേൺ ഔട്ട് ചെയ്തു കേട്ടോ. ഇനിയും ബേൺ ഔട്ട് ചെയ്ത് തീർക്കാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബേൺ ഔട്ട് ചെയ്ത് ടയർ പൊട്ടിക്കാം. ഞങ്ങൾ കൊണ്ടുപോവാം. ഫാന് മീൻസ് അപ്പോൾ നമ്മുടെ ഷോപ്പ് എത്താറായിട്ടാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് അവിടെ കയറി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ. ചോദിച്ചു നോക്കടാ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച മെയ്ഡ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഒറിജിനൽ ടയറാണ്. കയറ്റി നോക്കാം. അത് കയറ്റിയാൽ തന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് നൈസായിട്ട് മാറുണ്ടോ, ഒരു ബൾക്കി ലുക്കാവും ബാക്കിൽ നിന്ന്. ആയിക്കോട്ടെ. എന്താ കേട്ടില്ല? എത്ര നേരം എടുക്കും? ആ, ഒരു എത്ര മണിക്ക് വരണം? 1:30 വന്നാൽ കിട്ടില്ലേ അല്ലേ? അപ്പോൾ വണ്ടിയുടെ ടയർ അവർ
അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ടയർ അഴിക്കുന്ന സമയത്ത് കണ്ട ഇത്രയും സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ടയർ കയറിയതിന് ശേഷമുള്ള അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടയർ മാറിയിട്ടാ. ടയർ മാറിയാൻ അവർ 250 രൂപ മേടിച്ച്. അപ്പോൾ അവിടെ മാക്സിസിൻ്റെ 150 സെക്ഷൻ്റെ ടയർ ഉണ്ട് കേട്ടോ. പുതിയ ടയറിന് 3500 എന്തോ കേട്ടോ വില വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റോക്കൊക്കെ കണ്ടു അവിടെ. ഇപ്പം ടയർ ഇട്ടിട്ട് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കാണാൻ. ഇനി അവനാണ് ഓടിക്കുന്നത്, നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, ഓണറോട് തന്നെ ചോദിക്കാം. അതാകുമ്പോൾ അവനാകുമ്പോൾ കറക്റ്റ് അറിയാമല്ലോ മുന്നേ ഓടിച്ചിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് എന്ന്. അപ്പോൾ നമുക്ക് ഓണറോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ വണ്ടി ഫുള്ള് ടയറൊക്കെ മാറിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഫ്രണ്ട് ടയറും മാറാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ നിന്നൊരു മാക്സിസിൻ്റെ ടയർ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഓൾറെഡി നോക്കി, വെയിറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടയർ നമ്മൾ എടുത്ത്. അപ്പോൾ ഇത് വണ്ടിയിലോട്ട് കയറിയപ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് തോന്നിയത് എനിക്ക്? ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ടയർ മാറ്റിയതിന് ശേഷം നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളും കൂടെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, അത്രേ ഉള്ള വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ബൈ ഗൈസ്. അപ്പോൾ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.